ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെങ്ങനെയാണ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങ ഞാൻ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ പകുതി ഇവിടെ ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. ഇനി ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ബിരിയാണി റൈസിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നെയ്യിൽ ഈ കാഷ്നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ആ കിസ്മിസ് കൂടി അതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്, ഒന്ന് സൈഡിൽ മാറ്റി വെക്കുകയാണ്. കിസ്മിസ് കൂടി അതിൻ്റെ കൂടെ എടുത്ത് വെക്കാം. ഇനി ആ സവാള എല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. പിന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യുടെ കൂടി ആവശ്യമുണ്ട്, പെട്ടെന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തീ കുറയ്ക്കാം. കുറച്ചിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും. അപ്പോൾ അതാ ഇനി ഞാൻ അരി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ ഈ മസാലക്കൂട്ടെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. മസാലക്കൂട്ട് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. അപ്പോൾ ബാക്കി വന്ന നാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്ത് വെച്ചതിൽ നിന്ന് കുറച്ച് ഇതിൽ ചേർക്കുന്നുണ്ട്. കുതിർത്ത് വെച്ച ബിരിയാണി റൈസ് കൂടി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 3 ഗ്ലാസ് ബിരിയാണി റൈസ് ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ ഇതാ ഇതേപോലെ നല്ല അടപ്പ് ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാല കൂട്ടുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ എടുത്തത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സവാള കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ അത് ഇതേപോലെ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഫ്രൈ ആവണ്ട, ഇതേപോലെ വഴണ്ട് വന്നാൽ മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം.
ഞാൻ മുളക് പൊടി ഇതിലേക്ക് ഇനി ചേർക്കുന്നില്ല. നേരത്തെ ആ ചിക്കൻ എടുത്ത് വെച്ചപ്പോൾ നന്നായിട്ട് എരിയുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എരിയുടെ ആവശ്യമില്ല. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ചിക്കൻ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് കുറുകുന്ന പരുവാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൈസ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഫ്രൈ ചെയ്തത് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ വെക്കാം. ഒരു 20 മിനിറ്റ്സ് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആണല്ലോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.